ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Densitae യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് സഫിയർ FUE മെത്തേഡിലാണ് സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി സഫിയർ FUE മെത്തേഡിൽ സർജറി ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയണ്ടേ? ഇത് മറ്റാരുമല്ല, മലയാള സിനിമാ രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന യുവ നടൻ ജീവൻ ഗോപാലാണ്. അപ്പോൾ ജീവൻ ഗോപാലിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം, ജീവനാണ്. എന്താ പറയണ്ടത്, ഞാനിങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു അന്വേഷണത്തിന് ശേഷം ഒരു കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ മുടി കൊഴി അല്ലെങ്കിൽ ഹെയർ ഫോൾസ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കുറേ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ കുറേ നാൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും ഒരു ഫലം കണ്ടില്ല. അങ്ങനെ കുറേ കൊഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാനൊരു ട്രാൻസ്പ്ലാന്റ് എന്നൊരു ഒരു രീതിയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ ക്ലിനിക്കുകളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത്, ഓരോ ക്ലിനിക്കുകളെ പറ്റി. അപ്പോൾ കുറേ ക്ലിനിക്കുകൾ ഞാനിങ്ങനെ കൺസൾട്ട് ചെയ്തു, അല്ലാതെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ ഞാനിപ്പോൾ Densitae കൊച്ചി ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി. ഇന്നാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ചെയ്ത ആൾക്കാർ, അതായത് എൻ്റെ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സാജൻ ചേട്ടനുണ്ട്, പ്രമോദ് ചേട്ടനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഒരുപാട് അത്ഭുതം തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം ഭയങ്കര രീതിയിലുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ Densitaeയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സർജറി കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ Densitaeയിൽ വന്നു കഴിഞ്ഞു. ജാദവ് ഡോക്ടറാണ് എൻ്റെ സർജറി ചെയ്യുന്നത്. അപ്പോൾ റിയൽ ടൈം FUE ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം എൻ്റെ ഹെയർ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്കിൽ വലിയ ആർട്ടിഫിഷ്യൽ ആവാത്ത രീതിയിലാണ് ഹെയർ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്ത് വരുമ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹെയർ ലൈനാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് സർജറിക്ക് ശേഷം കാണാം. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. 2500 ഗ്രാഫ്റ്റോളമാണ് എനിക്ക് വെച്ചത്. ഫ്രണ്ട് ഏരിയ കവറേജാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഫ്രണ്ട് ഏരിയ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. മുടി എക്സിസ്റ്റിംഗ് ഹെയർ വെച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഹെയർ ട്രിം ചെയ്യണം എന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ്. 4 hours എടുത്തുള്ളൂ ഇത് ചെയ്യാൻ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളതും. ജാദവ് ഡോക്ടറിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ 2500 ഗ്രാഫ്റ്റ് അതും ഹൈ ഡെൻസിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്. അത് വെക്കാൻ ജസ്റ്റ് ഒരു 4 hours മാത്രമേ അവർക്ക് എടുത്തുള്ളൂ.
അവർ ചെയ്തതെന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നിക്കാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ്റ്റുകളെല്ലാം വെച്ചിരിക്കുന്നത്. സഫയർ എന്നാണത് പറയുന്നത്. സഫയർ സ്റ്റോൺ ഉപയോഗിച്ചുള്ള ഒരു നീഡിൽ പോലൊരു സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ സഫയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് റൂട്ടിന് ഡാമേജ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ സ്കിന്നിന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. നമ്മുടെ സ്കിൻ ഹാർഡാവുകയോ അല്ല അങ്ങനത്തുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അതാണ് ഈ സഫയർ ടെക്നിക്ക്. അപ്പോൾ അത് പുതിയൊരു ടെക്നോളജിയാണ് ലാ ഡെൻസിറ്റൈൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് യാതൊരുവിധ പെയിനും ഇല്ല കേട്ടോ ഈ ഒരു മെത്തേഡ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് അനസ്തേഷ്യ എടുക്കുന്ന ആ ഒരു സമയത്തുള്ള ചെറിയൊരു പെയിൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയില്ല, എക്സ്ട്രാക്ഷൻ അറിയില്ല, പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന നമുക്ക് ആ ഗ്രാഫ്റ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്തുള്ള പെയിനോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. ജസ്റ്റ് ആ ഒരു നമ്മുടെ എന്താ പറയുക, അനസ്തേഷ്യ എടുക്കുന്ന സമയത്തുള്ള ചെറിയൊരു പെയിൻ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യാൻ ഈ പെയിൻ കൊണ്ട് പേടിച്ചിരിക്കുന്ന കുറേ പേര് കാണും. അങ്ങനത്തെ ഉള്ളൊരു അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് പെയിൻലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ സഫർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ കഷണ്ടി അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മാക്സിമം അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ അതുപോലത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് വേറെ ഈ പെയിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ലാ ഡെൻസിറ്റി, ഞാൻ ഉറപ്പ് വരുന്നു, ലാ ഡെൻസിറ്റിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെയിൻലെസ് ആയിട്ട് 100% ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തൊരു ഇതിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ജാദവ് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇത് നല്ല രീതിയിൽ അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു സർജറിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ തന്നെ കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ സർജറി ചെയ്യുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തുടർച്ചയായിട്ടുള്ള ഓരോ വീഡിയോസിൽ നമുക്ക് ഇടാം. അപ്പോൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഫസ്റ്റ്ലി എനിക്ക് ജാദവ് ഡോക്ടറിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ജാദവ് ഡോക്ടറിൻ്റെ ആ ഒരു കെയർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടറിനെ മാത്രമല്ല, ഒരു ടീം തന്നെ, നമ്മളെ എല്ലാ കാര്യങ്ങളിലും കെയർ ചെയ്യാൻ ഒരു ടീമുണ്ട്. അത് നമ്മൾ വന്ന് കയറുമ്പോൾ തൊട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളെ ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാനോ എല്ലാത്തിനും നമ്മുടെ കൂടെ ഒരാൾ എപ്പോഴും കാണും. എപ്പോഴും നമ്മൾക്ക് ഓക്കെ ആണോ എന്നിങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഓരോ സർജറിയുടെ ഓരോ സമയത്തും. ജാദവ് ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എക്സ്പെർട്ടീസ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഡോക്ടർ ജാദവിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ ജാദവിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് PRP കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഡോക്ടർ തന്നെ അത് പറയും. നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ വേറൊരു ക്ലിനിക്കിൽ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ PRP കൊണ്ട് മാറുന്ന ഒരു കാര്യം അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഈ ക്ലിനിക്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നിങ്ങൾക്ക് PRP ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് PRP ആണ് വേണ്ടതെങ്കിൽ PRP ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ആണ് വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. വേറെ മെഡിസിൻസ് കൊണ്ട് മാറുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ മെഡിസിൻസ് ചെയ്യും. കാരണം എൻ്റെ തന്നെ കൂടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് PRP ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പക്ഷേ അവർക്ക് PRP ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർ പറഞ്ഞു PRP ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് മരുന്നുകൾ കഴിക്കാം, മരുന്നുകൾ കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ PRPയുടെ കാര്യം നോക്കിയാൽ പോരെ. അങ്ങനത്തെ ഉള്ള രീതിയാണ് ഡോക്ടറിന്. ഒരിക്കലും പുള്ളി കമ്പൽ ചെയ്തില്ല, ഒന്നിനും വേണ്ടി കമ്പൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സത്യൻ ചേട്ടനോടാണ്. സത്യൻ ചേട്ടനാണ് എന്നെ ജാദവ് ഡോക്ടറിനോട് ലിങ്ക് ചെയ്യിപ്പിച്ചത്. പിന്നെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള സാജൻ ചേട്ടനും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സാജൻ ചേട്ടനും പ്രമോദുണ്ട്. ഇവർ രണ്ടുപേരും ചെയ്തതിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയണ്ടത്, ഇവരുടെ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊരു ഇതിലേക്ക് വന്നത്. അതും ലാ ഡെൻസിറ്റിയിൽ 100% ഓഫ് റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. സോ എന്താ പറയണ്ടത്, നിങ്ങളെല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഈ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഈ ബാൾഡ്നെസ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്ലിനിക്ക് തന്നെ ഓപ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ലാ ഡെൻസിറ്റി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ.